അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അലി മൗലവി നാട്ടുക്കൽ അവർക്കാണ് സംസാരിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇത് ബഹുമാനപ്പെട്ട അലി മൗലവിയിൽ നിന്ന് ഒരു അദ്ദേഹത്തിന്റെ ഹസനാത്തിന്റെ ഭാഗത്തിന് ഭാരം നൽകുന്ന അമലായി ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെയും നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബ മിത്രാദികളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി തരട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മാലിക് ഹുദവി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സാഹിബ് രാമന്തലി അവരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കരീം ഫൈലി ഉണ്ട്. ആദ്യമായി ഞാൻ ഹുദവിയെ ക്ഷണിക്കുകയാണ് അല്ലേ? അതോ അതെ, മാലിക് ഹുദവി ഇവിടെ ഉണ്ടല്ലേ? മാലിക് ഹുദവി അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് രാമന്തലി സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമ ഉസ്താദിന്റെ അനുസ്മരണ മീറ്റിംഗിലാണ്, അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന ഒരു വേദിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉസ്താദുമായിട്ട് ആ ഒരു ജീവിതകാലത്ത് ഉണ്ടായ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഉസ്താദുമായിട്ട് ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമയം ഏറെ വൈകി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ബർക്കത്തിന് വേണ്ടിയും ദിക്റുൽ അംബിയായി ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ എന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മുടെ പാരത്രിക ലോകം വിജയപൂർണമാക്കാൻ വേണ്ടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ഉസ്താദിനെ പറ്റി സംസാരിക്കുമ്പോൾ ഹുദവികളായി ഞങ്ങൾക്ക് 1000 നാക്കാണുള്ളത്. ഞാൻ ദാറുൽ ഫസ്റ്റ് ബാച്ചിൽ ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 8ാം ക്ലാസ്സിലാകുമ്പോഴാണ് ഉസ്താദ് സ്ഥിരമായി ദാറുൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. അതിനു മുമ്പ് ഉസ്താദ് ചമ്മാട് ദർസിലായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ചമ്മാട് ദർസിൽ 2 വിഭാഗവും, വിഘടന വിഭാഗവും, എ പി വിഭാഗം ഇ കെ വിഭാഗവും ഒരുമിച്ച് പോകുന്ന ഒരു ദർസായിരുന്നു. അങ്ങനെ അവിടുത്തെ എ പി വിഭാഗം മറ്റൊരു പള്ളി അടുത്ത് തന്നെ ഉണ്ടാക്കുകയും അവിടെ ദർസ് തുടങ്ങുകയും ചെയ്തപ്പോൾ ഉസ്താദ് അവിടുത്തെ മഹല്ലുകാരോട് പറഞ്ഞു, ഞാനിവിടെ ഐക്യമുണ്ടായിരുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ ഇതുവരെ നിയന്ത്രിച്ചിരുന്നത്. ഇനി ഭിന്നിച്ചൊരു സമൂഹത്തിന്റെ ഭിന്നിച്ച് നിന്നൊരു മഹല്ലിൽ ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഉസ്താദ് അവിടുന്ന് ഒഴിയുകയും അങ്ങനെ ദാറുലേക്ക് വരാൻ ഉസ്താദ് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ആ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹജ്ജിന് പോയി. ഉസ്താദ് ഹജ്ജിന് പോയത് റമളാന്റെ മുമ്പായിരുന്നു. റമളാനിന്റെ അവിടെ ഹറമിൽ കൂടാം, ഉംറെല്ലാം കഴിഞ്ഞ് ഹജ്ജെല്ലാം കഴിഞ്ഞ് മടങ്ങി വരാനുള്ള ഒരു പ്ലാനായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. അങ്ങനെ ഉസ്താദിന് യാത്രയ്ക്ക് വേണ്ടി ഉസ്താദ് ദാറുൽ വന്നപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി ചൈതന്യ മുസ്ലിയാർ ഉസ്താദ് അവർ പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദ് അടുത്ത വർഷം മുതൽ ഇനി നമ്മൾക്ക് ഈ ദാറുൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ലാസ്സിനുണ്ടാകും, ഹജ്ജ് കഴിഞ്ഞാൽ ഉസ്താദ് നമ്മുടെ കൂടെയായിരിക്കുമെന്ന സന്തോഷ വാർത്ത ഞങ്ങൾക്ക് അറിയിക്കുകയായിരുന്നു. എന്നാൽ അതിനു മുമ്പേ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ദാറുൽ വരുമായിരുന്നു. കാരണം ദാറുൽ എന്ന ആ സ്ഥാപനത്തിന്റെ സ്ഥാപന പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അതിന്റെ ചാലക ശക്തിയും അതിന്റെ നിർമ്മാതാവുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എം ബഷീർ ഉസ്താദായിരുന്നു. പക്ഷേ ദാറുൽ തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് പലവിധ അസുഖത്തിൽ നിന്നും അസുഖമായി കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. ഉസ്താദ് ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ സന്ദർശിക്കാൻ വന്നിരുന്നത്. ഞങ്ങൾ 1ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ 2-3 മാസം കഴിഞ്ഞ ശേഷം ഒരിക്കൽ ഉസ്താദ്
കുറച്ച് അസുഖത്തിൽ നിന്ന് അല്പം ഭേദമായപ്പോൾ ദാവൂദിൽ വരികയും ഞങ്ങളോടെല്ലാം സലാം പറഞ്ഞ് പോവുകയും ദ്വാരന്ന് പോവുകയും ചെയ്തു. ഉസ്താദിനെ, ബഷീർ ഉസ്താദിനെ ആദ്യമായിട്ടും അവസാനമായും കണ്ട ഒരു അവസരം അതായിരുന്നു. അങ്ങനെ ബഷീർ ഉസ്താദ് ഉടനെ പോവുകയും പിന്നെ അധികം താമസിയാതെ മൂപ്പര് വഫാത്താവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആഖിറം വെളിച്ചമായി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മെയും ജലീലുലമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിമാറാകട്ടെ. അങ്ങനെ ബഷീർ ഉസ്താദ്, എം ബഷീർ ഉസ്താദ് വഫാത്തായ ആ ഒഴിവിലേക്കാണ് ദാറുൽഹുദയുടെ പ്രിൻസിപ്പളായി ബഹുമാനപ്പെട്ട ജലീലുലമ ചെറുശ്ശേരി ഉസ്താദ് രംഗത്ത് വരുന്നത്. അപ്പോഴും ഉസ്താദ് ചമ്മാട് ദർസിൽ ആണ് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും ഇടക്കിടക്ക് ഉസ്താദ് ഞങ്ങൾ ഓരോ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടക്കിടക്ക് ഞങ്ങളുടെ അടുത്ത് വരികയും ഒരു തഫ്തീഷ് എന്ന രൂപേണ നമ്മുടെ നാട്ടിലെ മദ്രസയിൽ മുഫത്തിഷും വരുന്ന രീതിയിൽ ഉസ്താദ് ക്ലാസ്സിൽ കടക്കുകയും ക്ലാസ്സിൽ ഓരോ സബ്ജക്ട് നോക്കുകയും അതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുകയും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും പഠന നിലവാരം അളക്കുകയും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഉസ്താദ് ഈ പറഞ്ഞ ഹജ്ജ് കഴിഞ്ഞ് നേരെ ദാറുൽഹുദയിലേക്കാണ് വന്നത്. ഇവിടെ ഒരു പ്രത്യേക വിഷയം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഉസ്താദ് ഈ ഹജ്ജിന് പോയ സമയത്ത് റമളാൻ ഹറമിൽ കൂടുകയായിരുന്നു. അപ്പോൾ അന്ന് വരെ ഹറമിലെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആദ്യം തറാവീഹ് നിസ്കരിക്കും, പിന്നീട് വിത്ർ നിസ്കരിക്കും, പിന്നീട് ഖിയാമുൽ ലൈലുള്ള സമയങ്ങളിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കും. അങ്ങനെ ഖിയാമുൽ ലൈലാണ് അവസാനമായി നിസ്കരിച്ചിരുന്നത്. ആ ഇടയ്ക്ക് ഈ വിഷയം ഉസ്താദ് അവിടുത്തെ പല ആലിമ്യങ്ങളുമായി സംസാരിക്കുകയും വിത്റാണ് അവസാനമായി നിസ്കരിക്കേണ്ടത് എന്ന വിഷയം ഉസ്താദ് അവരുമായി പല അവിടുത്തെ ആളുകളുമായി ഉസ്താദ് സംവദിക്കുകയും ഈ വിഷയത്തിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളിലും ഉസ്താദ് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നീട് ഹറമിൽ വിത്ർ അവസാനമാക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിഷയം ഞങ്ങളോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാഫി ഹാജിയാണ്. ഇങ്ങനെ ഷെയ്ഖുന ഉസ്താദ് ഹറമിൽ ബന്ധപ്പെട്ട് സംസാരിച്ച അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിത്ർ നിസ്കാരം ഹറമിൽ ഇനി അവസാനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ വിത്ർ നിസ്കാരം ഇനി അവസാനമാണ്, ഖിയാമുൽ ലൈൽ കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നത് ബാഫി ഹാജി ഞങ്ങൾ അറിയിച്ചിരുന്നു. അങ്ങനെ ഉസ്താദ് ഹജ്ജെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉസ്താദ് നേരിട്ട് ചോദിച്ചു, ഇങ്ങനെ ഉസ്താദ് സംസാരിച്ചിരുന്നോ, അങ്ങനെ ഉസ്താദിൽ സംസാരിച്ച അടിസ്ഥാനത്തിലാണോ അങ്ങനെ വിത്ർ അവസാനത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് യാതൊരു അഹങ്കാരമോ ഒന്നുമില്ലാതെ ഉസ്താദ് പറഞ്ഞു, ഞാൻ സംസാരിച്ചിരുന്നു, പക്ഷെ ഞാൻ സംസാരിച്ച അടിസ്ഥാനത്തിലായിരിക്കൊന്നുമില്ല അവർക്കത് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ അവരുടെ 1-2 ആലിമ്യങ്ങളുടെ വിഷയം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ വിഷയമൊക്കെ പറഞ്ഞു എന്ന് മാത്രം ഉസ്താദ് ഈ മാറ്റിയുടെ അവകാശവാദമോ അല്ലെങ്കിൽ ഉസ്താദ് അവരുടെ അഹങ്കാരമായി കൊണ്ടുപോയി ഉസ്താദ് വളരെ ലളിതമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞതുള്ളൂ. അല്ലാതെ അത് മാറ്റി ഞാനാണെന്ന് എന്റെ സംസാരം കൊണ്ടാണെന്നോ എന്നും ഉസ്താദ് അവകാശപ്പെടുകയോ അതിന് പേരിൽ നമ്മടിക്കുകയോ ഉസ്താദ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അങ്ങനെ തുടരുന്നു എന്നാണ് എന്റെ അറിവ്. അല്ലാഹു അഅലം. അപ്പോ അതാണ് ഉസ്താദ്. അങ്ങനെ ഉസ്താദ് ദാറുൽഹുദയിൽ വരികയും, പക്ഷെ ആ സമയത്ത് ദാറുൽഹുദ മുഴു സമയത്ത് ഉസ്താദ് വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ കേരളത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതൻ, സമസ്ത മുഷാവറയിലെ ഏറ്റവും പ്രമുഖ അംഗം. അപ്പോൾ ഈ ഒരു മാത്രമല്ല ഉസ്താദ് വരുന്നത് ഒരു ദർസി സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, ഒരു ക്യാമ്പസിലേക്കാണ്. ക്യാമ്പസ് സാഹചര്യവും ദർസി സാഹചര്യവും രണ്ടും വളരെ വ്യത്യാസമാണ്. കാരണം ഒരു ദർസിൽ പഠിക്കുന്ന മുദരിസിന് കിട്ടുന്ന ഒരു ബഹുമാനവും അതിന് കിട്ടുന്ന ആദരവും നാട്ടുകാർക്കും മറ്റ് കിട്ടുന്ന ഒരു ആദരവും ബഹുമാനവും ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ശൈലിയല്ല ക്യാമ്പസിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഉസ്താദ് നമുക്ക് വരുമ്പോ ഉസ്താദിന് കുരുത്തക്കേട് ഞങ്ങൾക്ക് തട്ടുമോ എന്നൊരു ഭീതിയായിരുന്നു ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം അതിന് വേറെ കാരണമുണ്ട്. കാരണം അതിനു മുമ്പ് 2-3 ഇതേമാതിരി ഉസ്താദുമാര് വലിയ താടിയൊക്കെ ഉള്ള വലിയ ഉസ്താദെ പോലെ തന്നെ വലിയ ഹൈബത്തും കണ്ടാൽ വക്കാറൊക്കെ ഉള്ള ഉസ്താദന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ദാറുൽഹുദയുടെ ശൈലിയോട്, ദാറുൽഹുദയുടെ ആ ഒരു രീതിയോട് പൊരുത്തപ്പെടാൻ പറ്റാതെ, കാരണം അവരെ ആ സാമ്പ്രദായിക ശൈലിയോട് ദാറുൽഹുദയുടെ ശൈലിയിൽ പൊരുത്തപ്പെടാൻ പറ്റാതെ അവര് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവരുടെ സേവനം മതിയാക്കി ഒഴിഞ്ഞുപോയ അവസ്ഥ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് വരുമ്പോ ഇനി എങ്ങനെയായിരിക്കും ഉസ്താദിന്റെ അവസ്ഥ എന്നൊരു ഭീതി ഞങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ ഉസ്താദ് ഞങ്ങളൊക്കെ വലിയ വളവന ഉസ്താദ് എല്ലാ വളവും തേഞ്ഞ ആളാണ് ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ അടുത്ത് ഒരു വളവും പോകില്ല എന്ന് മാത്രമല്ല, ആര് എന്ത് എങ്ങനെ കളിച്ചാൽ അതിനപ്പുറം നമ്മൾ മനസ്സിൽ കാണുന്ന ഉസ്താദ് മാനത്ത് കാണുന്ന ഒരു രീതിയാണ് ഉസ്താദ് ഉണ്ടായിരുന്നത്. ഉസ്താദിന്റെ ക്ലാസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഉസ്താദിന് എന്തും ചോദിക്കാം, എന്നതും ഇന്നതും ഇല്ല, എന്തും ചോദിക്കുക, എന്ത് തമാശയും പറയാ, എങ്ങനെയും പറയാ,
എത്രത്തിലെന്ന് വെച്ചാല് ഞാൻ ഒരു വിഷയം ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു എത്രത്തില് സാധാരണ വ്യത്യസ്ത മസാലക്ക് വേണ്ടി പല ജനങ്ങളും പല മഹല്ലും ഉസ്താദ് വരും. അപ്പൊ ഓരോ ആളുകളും വരുമ്പോഴും ഓരോ സ്വത്ത് കൊടുക്കുമ്പോൾ ഉസ്താദിന്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് ഒരു ഉസ്താദ് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ഫുൾ ആക്ഷൻ കാണിച്ച് നമുക്ക് ഫുള്ളാണ് അവിടെ അവതരിപ്പിച്ച് ക്ലാസ്സിൽ വളരെ രസകരമായിട്ടാണ് ഉസ്താദ് ഫുൾ അവതരിപ്പിക്കുക അവിടെ. അപ്പൊ അങ്ങനെ പലപ്പോഴും ഈ തൊലാഖിന്റെ 3 തൊലാഖൊക്കെ ചെല്ലി വിഷയൊക്കെ വരുമ്പോ ഉസ്താദ് പറയും അങ്ങനെ തൊലാഖ് ചെല്ലി അങ്ങനെ ഇന്ന മസാല കൊടുത്തു ഇന്ന ഫത്വ കൊടുത്തു. അപ്പൊ ഇതിന് മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ 3 തൊലാഖ് ചെല്ലി കഴിഞ്ഞാല് പിന്നെ മടക്കി ആയത്ത് ഭർത്താവ് മടക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ മറ്റൊരാള് വിവാഹം ചെയ്ത് അദ്ദേഹം അവളുമായി കൂട്ടുകൂടി പിന്നെ തൊലാഖ് ചെല്ലി ഇത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ആയത്ത് ഭർത്താവിന് എടുക്കാൻ പറ്റുക, സ്വീകരിക്കാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ ഉസ്താദ് പറയും അങ്ങനെ അതിന് മുഹല്ലിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് ഇനി അങ്ങനെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുമോന്ന്. അപ്പൊ അത്രയും ഉസ്താദ് ഓപ്പറെ സംസാരിക്കായിരുന്നു. അപ്പൊ അതിന് ഉസ്താദ് കൊടുത്ത മറുപടി എന്താ, അത് അനക്കിട്ടുള്ള കാര്യം എന്താ, അനക്കെന്താ ചെയ്യാൻ പറ്റാന്ന്. അപ്പൊ ഉസ്താദ് അതേ രീതിയിൽ അതിന് മറുപടി ഉസ്താദ് തരുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഉസ്താദ് സെബുക്കിൽ ഒരു ചോദ്യം ചെയ്യുന്ന രീതി ഒരു പ്രത്യേക ശൈലിയാണ്. കാരണം ആ സെബുക്ക് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഉസ്താദിന്റെ ആ ചോദ്യം നമുക്ക് മനസ്സിലാക്കാനും അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. സാധാരണ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ ഉദുവിന്റെ ഫർദ് എത്ര എന്ന് ചോദിക്കുന്നത് വേറെ ഉസ്താദ് എന്തെത്ര ചോദിക്കുള്ളൂ, ഉദുവിന്റെ ഫർദ് എന്ന് ചോദിക്കൂല, എന്തെത്ര. അപ്പൊ നമ്മൾ ആ സെബുക്കിൽ എത്ര എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞോളണം. അയാളെ വന്നാട് ചോദിച്ചു അയാളുടെ ഇരുന്നാൾ വെച്ചു എന്തെന്താകുന്നു അല്ലെങ്കിൽ എന്തല്ല, ഇങ്ങനെയാണ് ഉസ്താദിന്റെ ക്വസ്റ്റ്യൻ രീതി. അല്ലെങ്കിൽ ആരാകുന്നു. അപ്പൊ ആരാകുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണം, അതിന് ഉത്തരം പഠിക്കണം. അല്ല ഉസ്താദ് നേരിട്ട് അല്ലെങ്കിൽ എന്തായാലും അലി നബി താലിബ് ആരാകുന്നു എന്നല്ല ഉസ്താദ് ചോദിക്കുക, ആരാകുന്നു എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആ സബ്ജക്റ്റില് ആരാണ് എങ്ങനെ വിഷയങ്ങളുള്ളത് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞോളണം. അതാണ് ഉസ്താദിന്റെ ഒരു സാധാരണ ചോദിക്കുന്ന ഉസ്താദിന്റെ ശൈലി അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സബ്ജക്ട് നന്നായി പഠിച്ചോളണം. പ്രത്യേകിച്ച് ഉസ്താദ് ഞങ്ങൾക്ക് ആദ്യം എടുത്തിരിക്കുന്ന ജമ്മായ മുഖ്തസൽ മാനതൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ ജമ്മെന്നൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അത് കൊല്ലു കൊടുക്കുന്നതാണ്. കാരണം ആ ജമ്മ ആ പുസ്തകത്തെ ബാബില് ഉസ്താദത്തെ സബ്ജക്റ്റിൽ എന്തൊക്കെയാ എന്തെല്ലാം ഉണ്ടെന്ന് ഫുള്ള് പഠിച്ചു തരണം. അതിൽ എന്തെല്ലാം എന്നുള്ളതും പഠിച്ചു തരണം. ഉസ്താദ് ചോദിക്കും എന്തല്ല, അപ്പൊ അതിലും നമ്മൾ മറുപടി കണ്ടെത്തുക. അപ്പൊ അതാണ് ഉസ്താദിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്ട് നന്നായി പഠിക്കും വേണം, നന്നായി നമുക്ക് മനസ്സിലാക്കുകയും വേണം. അതാണ് ഉസ്താദിന്റെ ആ രീതി. പിന്നെ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി നമ്മൾ എടുത്തു പറയേണ്ടത് ആ ഖുർആൻ പരിഭാഷയ്ക്ക് ഉസ്താദ് കാണിച്ച നിലപാടായിരുന്നു. കാരണം നമുക്കറിയാം സമസ്തയിൽ ഖുർആൻ പരിഭാഷയെ കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ നമ്മുടെ മറ്റ് അഭാന്തര വിഭാഗങ്ങൾ വ്യത്യസ്ത ഖുർആൻ പരിഭാഷ ഇറക്കുകയും സുന്നത്ത് ജമാഅത്ത് നിരക്കാത്ത ആശയങ്ങൾ കുത്തിനിറക്കുകയും അങ്ങനെ അവരുടെ പരിഭാഷയ്ക്ക് ചില സ്വീകാര്യതകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഇതിന് മറുപടിയായി ഒരു ഇറക്കണം ഒരു പരിഭാഷ ഇറക്കണം എന്ന ചിന്തയിലെത്തുകയും ബഹുമാനപ്പെട്ട കെ വി കൂറ്റനാട് ഉസ്താദ് അതിന് മുദ്രിക്കുകയും ചെയ്തു. പക്ഷെ ഇതിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമക്കും ബഹുമാനപ്പെട്ട കന്യത്ത് ഉസ്താദിനൊക്കെ ഇതിനുള്ള വലിയൊരു അഭിപ്രായം ഇല്ലായിരുന്നു. കാരണം ഖുർആന്റെ ഇജാസ് നഷ്ടപ്പെടും എന്ന ആ രീതിയിലായിരുന്നു അവരുടെ ചിന്താഗതി പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ ഖുർആൻ പരിഭാഷ ചെയ്യുന്നത് ഖുർആനോട് ചെയ്യുന്ന അനാദരവാണ്, അല്ലെങ്കിൽ ഖുർആന്റെ ഇജാസിനെ അത് ഇകഴ്ത്തി കാട്ടലാണ് എന്നൊരു രീതിയായിരുന്നു, എന്നൊരു തീരുമാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അവർ ഇതിനെ നന്നായി എതിർക്കുകയും ഈ വിഷയത്തിൽ നിന്ന് കെ വി ഉസ്താദിനെ എങ്ങനെയും പിന്തിരിപ്പിക്കണം എന്ന ഒരു തീരുമാനമായിരുന്നു ശംസുൽ ഉലമക്കും അങ്ങനത്തെ വലിയ പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ അവസരത്തിൽ കെ വി ഉസ്താദ് തുണയായി നിന്ന ചില പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ഉസ്താദ്. അപ്പൊ സൈനുൽ ഉലമയുടെ നിലപാടാണ് ആ ഖുർആൻ പരിഭാഷയ്ക്ക് ഒരു മൗനാനുബലം സമസ്ത തന്നത്. കാരണം സമസ്ത ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സമസ്ത യോഗം കൂടിയപ്പോ അവസാനം രണ്ടു കൂട്ടരും ഈ വിഷയത്തിൽ അവരുടെ ന്യായങ്ങളും വാദങ്ങളും നിരത്തുകയും അവസാനം കന്യത്ത് ഉസ്താദ് പറഞ്ഞു ഈ വിഷയത്തിൽ സമസ്തയ്ക്ക് പ്രത്യേകമായ തീരുമാനമില്ല. കാരണം രണ്ടു കൂട്ടരുടെയും വാദങ്ങളും അവരുടെ നിലപാടുകളും വളരെ ശരിയാണ്. ഒന്നിനെ നമുക്ക് തെർജീഹാക്കാനോ എതിർക്കാനോ അനുകൂലിക്കാനോ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പരിഭാഷപ്പെടുത്തുന്നവർക്ക് പരിഭാഷപ്പെടുത്താം, അതിനെ എതിർക്കുന്നവർക്ക് പരിഭാഷപ്പെടുത്തണ്ട എന്നുള്ളവർക്ക് അത് പരിഭാഷപ്പെടുത്തണ്ട എന്നുള്ള നിലപാടുമായി തുടരാം എന്നൊരു രീതിയാണ് സമസ്ത അതിന് സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട കന്യത്ത് ഉസ്താദ് ആ തീരുമാനം അങ്ങനെ അറിയിച്ചത്.
അപ്പൊ അന്നെല്ലാം അന്ന് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും തിളങ്ങിയതും അതിന് വേണ്ട ന്യായങ്ങളും അതിന് വേണ്ട തെളിവുകളും അതിന് വേണ്ട സാഹചര്യമെല്ലാം ഒരുക്കിയത് ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ തന്നെയായിരുന്നു. കാരണം ഇതൊരിക്കൽ സംശുലമത്തിനെ സംബന്ധിച്ചിട്ട് ഖുർആൻ വിവാദങ്ങൾക്ക് ഇതെല്ലാം കേവിന്റെ മനസ്സിലുണ്ടായതല്ല, ചമ്മാട്ടുന്നുണ്ടായതാണ് ഈ ന്യായങ്ങളെല്ലാം എന്ന് സംശുലമ തന്നെ പലപ്പോഴും പറയുമായിരുന്നു അത്രേ. അപ്പോ മാത്രമല്ല ഉസ്താദ് എല്ലാ വിഷയത്തിലും പ്രത്യേക കാഴ്ചപ്പാടും എല്ലാം ആരെന്ത് പറഞ്ഞാലും ഉസ്താദ് അത് വളരെ കൃത്യമായിട്ട് അതിന് മറുപടി ഉദാഹരണം ചെയ്ത വളരെ കൃത്യമായി ഉസ്താദിന് മറുപടി കൊടുക്കാൻ കഴിയും. ഇപ്പൊ അടുത്തിടെ തന്നെ ഉസ്താദിന്റെ വഫാത്തായ ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ സമലപ്പൂക്കോട്ട് സാഹിബ് ഒരു നമ്മുടെ ദർശന ചാനൽ അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ കേട്ട് കാണും, എന്നാലും ഞാൻ പറയാണ്, അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ ഉസ്താദിനെ കുറിച്ച് ഒരു വിഷയം പറയുകയുണ്ടായി. അവരെ ഈ സമസ്ത സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ വിവാഹപ്രായം ഒരു വിഷയം ഉണ്ടായല്ലോ, 18 വയസ്സിൽ കഴിയണം, 18 വയസ്സിന് മുമ്പ് വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു വിഷയം, ഒരു വിവാദം വന്നപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സമസ്തയിലെ ആലിമീങ്ങളും ഉസ്താദും സമസ്തയുടെ മുഷാവറിൽപ്പെട്ട പ്രധാനികളും പിന്നെ സമീപക്കോട്ട സാഹിബും അങ്ങനെ മറ്റ് പ്രമുഖരും എല്ലാം നമ്മുടെ ഭരണകർത്താക്കളെ കാണാൻ പോവുകയും അപ്പൊ അവിടെ എംഎൽഎമാരും എംഎൽഎമാരും മന്ത്രിമാരൊക്കെ ഉണ്ട്, പിന്നെ ചില പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ അവസരത്തിൽ അവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ജസ്റ്റ് ഒന്ന് കൊച്ചാക്കണം അല്ലെങ്കിൽ ഇവരൊന്ന് കളിയാക്കണം എന്ന രീതിയിലായിരിക്കണം അദ്ദേഹം അങ്ങനെ വിഷയം ശരിക്കും തീർച്ചയായിട്ടും അതല്ല, എന്നാലും മറ്റൊരു വിഷയം ഇട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഈ വിവാഹ വേളയിൽ അല്ലെങ്കിൽ നിക്കാഹ് ചൊല്ലിക്കൊടുക്കുന്ന അവസരത്തിൽ എന്തിനാണ് ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നത്, കബിൽത്തു നിക്കാഹ അല്ലെങ്കിൽ ദൗവജിതുക്ക അംഗത്തുക്ക എന്നൊക്കെ എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചൊല്ലിക്കൊടുക്കുന്നത്? അതൊരു പുജാപ്പള ഒരു വലിയ പറഞ്ഞാൽ പോലെ, പെണ്ണിന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അത് നേരിട്ട് പുരാപ്പിളക്ക് ഞാൻ കബിൽത്തിന് പറഞ്ഞാൽ പോലെ ഒരാൾ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് വെറുതെ ഒരു അതെല്ലാം പൗരോഹിത്യക്കാരുണ്ടാക്കിയ കാശ് പിണങ്ങാൻ വേണ്ടി പൗരോഹിത്യക്കാരുണ്ടാക്കിയ ഒരു ശൈലിയാണ്, അതിനെ വലിയ കാര്യമില്ല, പറയേണ്ട ആവശ്യമില്ല, അതിനൊക്കെ എതിർക്കാമെന്ന് പറഞ്ഞപ്പോ ശൈഖുന ഉസ്താദ് എണീറ്റിരിക്കുകയും അവിടെ സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു. ഉസ്താദ് പറഞ്ഞു, ഇവിടെ എല്ലാം മന്ത്രിമാരും എംപിമാരൊക്കെ ഉണ്ട്, ഇവിടെ മന്ത്രിമാർ എംഎൽഎമാരൊക്കെ ഉണ്ട്, ഇവരൊന്നും അറിയാത്തവരോ വായിക്കാൻ അറിയാത്തവരോ ഇംഗ്ലീഷ് അറിയാത്തവരോ അല്ലെങ്കിൽ മലയാളം അറിയാത്തവരോ അല്ല. പക്ഷെ എന്നിരുന്നാലും ഇവരെല്ലാം ഈ ഒരു ചാർജ് ഏറ്റെടുത്തപ്പോ എംഎൽഎ സ്ഥാനം ഏറ്റെടുത്തപ്പോ മന്ത്രി സ്ഥാനം അവരോടായപ്പോ അവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അവർ സത്യപ്രതിജ്ഞ അവർ വായിക്കുകയല്ല ഉണ്ടായിട്ടുള്ളത്, അവർക്ക് ഗവർണർ ചൊല്ലിക്കൊടുക്കുകയും അത് ഏറ്റു ചൊല്ലുകയും അങ്ങനെയാണ് അതെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ഒരു കാര്യത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാണ് ചൊല്ലിക്കൊടുക്കണോ വേണ്ട അല്ലെങ്കിൽ അതിന്റെ ശൈലി. അപ്പോ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് വളരെ ഗൗരവമായ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് അതിന് അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രസക്തമായ വളരെ പ്രധാനമായ ഗൗരവപൂർണമായ ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനാണ് ഇത് ചൊല്ലിക്കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറയുകയും അപ്പൊ അതെല്ലാം അവിടെ അല്ല. അപ്പൊ ഈ അവർക്ക് യാതൊരു മറുപടിയും ഇസ്ലാം എതിർപ്പ് ഇസ്ലാമിന്റെ ആ ഒരു മറുപടി കൊണ്ട് ഈ വിഷയം അവിടെ അവസാനിക്കുകയും ചെയ്തു. അപ്പൊ ഇതേപോലെ ഉസ്താദ് വളരെ കൃത്യമായ പല മറുപടികളും ഉസ്താദ് ഉണ്ടാവാറുണ്ട്. ഒരിക്കൽ ഉസ്താദ് കോടതിയിൽ പോയൊരു വിഷയമുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഉസ്താദ്. അഥവാ മഞ്ചേരി ഭാഗത്ത് തോന്നുന്നു ഏതോ ഒരു ചെറിയൊരു തങ്ങളുട്ടി മരിച്ചു. അപ്പൊ തങ്ങളുട്ടി മരിച്ചപ്പോ അവിടുത്തെ നാട്ടുകാര് പൊതു മക്ബറയിൽ അവിടുത്തെ മഹല് മക്ബറയിൽ മറമാടുകയും അങ്ങനെ ആ കുട്ടിയുടെ ഖബർ അല്പം കെട്ടിപ്പൊക്കുകയും ചെയ്തു. അങ്ങനെ പൈതൽ ജാറം എന്ന രീതിയിൽ അതിനെ കൊണ്ടാടുകയും ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വഹാബി വഫാന്ത അങ്ങനെ ചെയ്യാൻ തന്നെ പ്രത്യേകത, കുട്ടി വഫാത്തതിനു ശേഷം എന്തൊക്കെ ചില പ്രത്യേകതകളൊക്കെ കാണാൻ തുടങ്ങി. ചില കറാമത്തും പോലുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടികൾ കാണുക ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ അവർ ചെറിയ കവർ കെട്ടിപ്പൊക്കിയത്. കുറച്ച് ഇതൊക്കെ കുറെ മുമ്പുള്ള മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സമസ്ത പുലരുന്നതിന് മുമ്പുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് അവിടുത്തെ വഹാബികൾക്ക് പ്രശ്നമാക്കുകയും അങ്ങനെ പൊതു ശ്മശാനത്തിലുള്ള ഇത് കെട്ടിപ്പൊക്കാൻ പാടില്ല, അങ്ങനെ വലിയ തർക്കമാവുകയും വലിയ ഒച്ചപ്പാട് അങ്ങനെ വിഷയം കോടതിയിൽ എത്തുകയും ചെയ്തു. അപ്പൊ കോടതി വിഷയം എത്തിയപ്പോ അവിടുത്തെ മഹല്ലുകാർ സമസ്തയെ സമീപിച്ചു. അങ്ങനെ സമസ്ത ഈ വിഷയം ഏറ്റെടുത്തു. അങ്ങനെ സമസ്ത ഈ കോടതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ഉസ്താദിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളെ വലിയ സുന്നത്തല്ലാത്ത ആൾക്കാർ, ഞങ്ങളെ വലിയ വാദപ്രതികാരുന്ന ആൾക്കാരൊക്കെ സമസ്യയിലുണ്ട്. ഓണെന്നല്ല ആക്കിയത് ഉസ്താദിനെയാണ് സമസ്ത ഈ വിഷയം ഏറ്റെടുക്കാനും കോടതിയിൽ പോയിട്ട് വിഷയം അവതരിപ്പിക്കാനൊക്കെ ഉസ്താദിനെയാണ് സമസ്ത ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഉസ്താദ് കോടതി കയറി.
കോടതി കയറിയപ്പോ എതിർ വിഭാഗം വക്കീൽ ഉസ്താദിനെ ക്രോസ് വിസ്താരം നടത്തുകയാണ്. അപ്പോ ഉസ്താദിന് സനദില്ല, അല്ലെങ്കിൽ ഉസ്താദിന് എന്താ പറയാ മറ്റേ തഹ്സീല് ഇങ്ങനെ ഡിഗ്രി വാക്കബിയോ അല്ലെങ്കിൽ ഫൈലോ എന്നല്ലല്ലോ, ഉസ്താദ് അങ്ങനെ ദർസ് മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഈ ഒരു വക്കീല് ചോദിച്ചു, അല്ല മുസ്ലിയാരെ, നിങ്ങളെ മുസ്ലിയാരാണെന്ന് എന്താ തെളിവ്? നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത് മുസ്ലിയാരാളുള്ളതിന്? വല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടോ മുസ്ലിയാറുള്ളതിന്? അപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്? എനിക്ക് ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കാരണം ഉസ്താദ് അഫ്ദുൽ എഴുതിക്കുക ആ വിഷയം ഈ വക്കീലിന് അറിയില്ല. വക്കീലിന് മനസ്സിലാക്കിയത് ഉസ്താദ് മറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. ഉസ്താദ് അഫ്ദുലുമ ഉസ്താദ് ഉണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ അഫ്ദുലുമ പാസ്സായ ആളാണ്, ഉലമാക്കളിൽ വെച്ച് ഏറ്റവും പ്രമുഖനാണ് ഞാൻ. അഫ്ദുലുമാണ് അതിന്റെ വാക്കർത്ഥം അങ്ങനെയുള്ളൂ. അഫ്ദുൽ ഉലമാൻ ഏറ്റവും ശ്രേഷ്ഠനാണ് അതിന്റെ വാക്കർത്ഥം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഉലമാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് എനിക്ക് ഇവിടുത്തെ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ഉസ്താദ് തിരിച്ചടിക്കുകയും, കാരണം അത് അഫ്ദുൽ ഇതാണ് കാരണം. അന്ന് ഉസ്താദ് കോറങ്കാട് ദർസ് നടത്തുമ്പോ CH ഇങ്ങനെ വാരിക്കോരി അറബി മുൻഷിമാർക്ക് പോസ്റ്റ് കൊടുക്കുകയും, അങ്ങനെ സാഹചര്യത്തിൽ അന്ന് പല നാട്ടുകാർ പല മൂല്യന്മാരും പാതി വെച്ച് ദർസ് ഓടുന്നവരും ജല്ലി കൊടുക്കുന്നവരും ദർസ് ഓടുന്നവരൊക്കെ എന്ത് പാതി വെച്ച് നിർത്തി അഫ്ദുലുമക്ക് പഠിക്കുകയും, അങ്ങനെ മുൻഷിമാരായൊക്കെ ഒരുപാട് അനുഭവം നമുക്കറിയാവുന്നതാണല്ലോ. അപ്പൊ ആ അവസരത്തിൽ ഉസ്താദിന്റെ അടുത്തിൽ ഒന്ന് രണ്ട് ആളുകൾ വന്നിട്ട് നെഹ്ലുവാലി ഓതാൻ വരികയും, അങ്ങനെ നെഹ്ലുവാലി ഓതാൻ വരുമ്പോ ഈ അഫ്ദുൽ ചേരാൻ വേണ്ടി, അപ്പൊ ഉസ്താദിന്റെ പേര് അവർ തന്നെ ഉസ്താദിന്റെ പേരും ഇതിന് രജിസ്റ്റർ ചെയ്തു ഉസ്താദിന് അഫ്ദുലുക്ക് വേണ്ടി. അങ്ങനെ ഉസ്താദും അഫ്ദുലും എഴുതി ഉസ്താദ് വളരെ ഉയർന്ന മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. പക്ഷെ ഉസ്താദ് അതാണ് ഉച്ചവരെ ഉസ്താദ് അങ്ങനെ ആ വഴിക്ക് നീങ്ങി പോയില്ല. കാരണം ഉസ്താദ് അള്ളാഹു ഈ ഉമ്മത്തിന് വേണ്ടി വെച്ചൊരു നിധിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉസ്താദിന്റെ മനസ്സ് മറ്റൊരു രീതിയിലാണ് പോയത്. ഉസ്താദ് ഈ ഒരു ദീനി രംഗത്തേക്കാണ് ഉസ്താദ് ആ ഉസ്താദിന്റെ വഴി തെരഞ്ഞെടുത്തത്. മറ്റുള്ളവരെല്ലാം അഫ്ദുലും കിട്ടി, അവർ മുൻഷിമാരായി വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ചെയ്തു. പക്ഷെ അപ്പോ ഈ വക്കീലിന്റെ മുന്നിൽ ഉസ്താദ് പിടിച്ചു കഴിഞ്ഞത് ഈ അഫ്ദുലുമ കൊണ്ടാണ്. അപ്പൊ വക്കീലിന് ഒന്നും പറയാനായില്ല. അപ്പൊ വക്കീൽ മറ്റൊരു ന്യായമായിട്ട് വന്നു, എന്നാൽ മുസ്ലിയാരെ നിങ്ങൾ അറബിക് പണ്ഡിതനാണെങ്കിൽ നിങ്ങൾ വെണ്ടക്കൊക്കെ എന്താണ് അറബിയിൽ പറയാന്ന് വെച്ചു ഉസ്താദിനോട്. വെണ്ടക്കൊക്കെ എന്താ പറയാന്ന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഹദറാവാത്ത് പറഞ്ഞു. അപ്പൊ അത് ഹദറാവാത്ത് പറഞ്ഞ പച്ചക്കറി എന്നല്ലേ, എന്താ വെണ്ടക്ക എന്താ പറയുക വെച്ചു. അപ്പൊ ഉസ്താദ് പിന്നെ അതിന് ആളെ ഉത്തരം മുട്ടിക്കുക. പെട്ടെന്ന് വെണ്ടക്ക ചിലപ്പോ പെട്ടെന്ന് അറിഞ്ഞോളമില്ല, കാരണം നാട്ടിലുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഓരോ വെണ്ടക്ക എന്താ അല്ലെങ്കിൽ വൈദ്യുതി എന്താ ചോദിച്ചാൽ പെട്ടെന്ന് അറിഞ്ഞോളമില്ല. പിന്നെയുള്ള അവരുടെ ബുദ്ധി എന്ന് വെച്ചാൽ അവനെ ആ ചോദ്യ കർത്താവിനെ ഉത്തരം മുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഉസ്താദ് ഉടനെ തന്നെ പറഞ്ഞു, താങ്കളുടെ വലിയ വക്കീലല്ലേ? അപ്പൊ ഞാൻ വലിയ വക്കീലല്ലേ. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയുമോ? ഇംഗ്ലീഷ് അറിയാം. ഉസ്താദ് ഉടനെ ചോദിച്ചു, ചക്കക്കുരുവിന്റെ ഷെഡിക്ക് എന്താ പറയാ വെച്ചു ഇംഗ്ലീഷിൽ. ചക്കക്കുരുവിന്റെ ഷെഡിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചു. ഉസ്താദ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ ചക്കച്ചോളന്റെ ഉള്ളിലെ കുരു ഉണ്ടാവില്ല, ആ കുരുവിന്റെ നേരെ ചെറിയ പാടുണ്ട്, ആ പാടയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാന്ന് ഉസ്താദ് ചോദിച്ചു. ഉസ്താദിന്റെ ഇംഗ്ലീഷ് ഷെഡിനാ പറഞ്ഞത്. ചക്കക്കുരുവിന്റെ ഷെഡിക്ക് എന്താ പറയാ ഇംഗ്ലീഷിൽ ചോദിച്ചു. വക്കീലിനെ കിട്ടുന്ന ജന്മത്തിൽ കിട്ടുമോ ചക്കക്കുരുവിന്റെ ഷെഡിക്ക് എന്താണ് ഇംഗ്ലീഷ് പറയാനുള്ളത്? അപ്പൊ വക്കീൽ ഉത്തരം മുട്ടി. അപ്പൊ ഉസ്താദ് നേരെ എന്താ പറയാ ജഡ്ജിനോട് പറഞ്ഞു, ഒരു ഭാഷയിൽ ഒരാൾക്ക് ഒരു വാക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പാടിച്ചില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം, അതല്ല നമ്മുടെ വിഷയം മറ്റൊന്നാണ് എന്ന് പറഞ്ഞ് വക്കീലിനെ അങ്ങ് ഉസ്താദ് ഉത്തരം മുട്ടുകയും, അങ്ങനെ അവസാന കേസ് നമുക്ക് അനുകൂലമായി വരികയും ചെയ്തു. അതാണ് ഉസ്താദ് കോടതി കയറി വളരെ രസകരമായ സംഭവം. ഉസ്താദ് എപ്പോഴും പലപ്പോഴും അത് പരാമർശിക്കാറുണ്ട് ക്ലാസ്സിലൊക്കെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് ആരോടും എങ്ങനെ ഞങ്ങളൊക്കെ എന്തെങ്കിലും വിഷയം എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ, കാരണം ഉസ്താദ് സാധാരണ ഉസ്താദിന് റൂമുണ്ട്, ആ റൂമിന്റെ മുന്നിലാണ് ഇരിക്കുക. അവരുടെ കസാര ഇരുന്നിട്ട് ഞങ്ങൾ ആദ്യ കാലത്തൊക്കെ കസാര ഇരുന്നിട്ട് അങ്ങനെ തൈം താത്ത ഇങ്ങനെ ഇരിക്കും. തൈം താത്ത എന്തെങ്കിലും അവറാദിലോ അല്ലെങ്കിൽ വിക്കറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓടിയിട്ടാണ് ഇഷ്ടം, ചെറിയ ഏടുണ്ട്, ഏട് നോക്കിയിട്ട് തസ്ബീഹും മറിച്ചങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ ഉസ്താദിന്റെ റൂം നേരെ മുന്നിലാണ് കോണിയുള്ളത്. അപ്പൊ കോണിനെ കൂടി വളരെ ശബ്ദമില്ലാതെ വരണം. അപ്പൊ ശബ്ദമില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിയാൽ യന്ത്രം ഒച്ച ഉണ്ടാക്കുന്ന വെച്ചു ചിലപ്പോൾ അടിയും കിട്ടും. അടിക്ക് കിട്ടാത്ത ഒരാളുണ്ടോ? ഞങ്ങൾക്കെല്ലാം അടി കിട്ടിയിരുന്നു. അടി കിട്ടുന്ന രസമാണ്. അപ്പൊ അടി നമ്മൾ പുറത്തുനിന്ന് അടി കിട്ടിയാൽ ചിലപ്പോ അടി കിട്ടിയാൽ ഈ ക്ലാസ്സിന് ഉള്ളിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യും, ആ അടി കിട്ടുന്നവന്ന് സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് അനുമോദിക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ അടിയും കിട്ടി ക്ലാസ് കടക്കുമ്പോ ഉസ്താദ് വേറെ ആളെ വിട്ടിട്ടുണ്ടാവും. ആ ക്ലാസ് പോയിട്ട് ആരെ അനുമോദിക്കും നോക്കി വളരെ വിളിച്ചോണ്ടേ അറിയും. അപ്പൊ ഉസ്താദ് അത് വലിയ വളവാണ്. ഉസ്താദ് എല്ലാം മനസ്സിൽ ആദ്യം കാണും. അങ്ങനെ ഉസ്താദിന്റെ രീതി, കാരണം നമ്മളെക്കാൾ വലിയ വളവാണ് ഉസ്താദിനുണ്ടായിരുന്നത്.
അപ്പോ മാത്രമല്ല ഇനിയിപ്പോ നമ്മളെന്തെങ്കിലും ന്യായം പറഞ്ഞാലേ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും വൈകി, നമ്മൾ ക്ലാസ്സിലെത്താൻ വൈകി, അപ്പൊ എന്റെ വൈകിയത് ഞാന് ബെല്ല അടിച്ചിട്ട് ഞാൻ കരുതി, അല്ലെങ്കിൽ ഉസ്താദ് വന്നിട്ടുണ്ടെന്ന് കരുതി, അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് നേരെ മറിച്ച് വെക്കും. ഞങ്ങൾക്ക് ഉസ്താദ് വന്നിട്ട് കരുതിക്കൂടെ, ഏതായാലും കരുതിയല്ലേ, ഞങ്ങൾക്ക് ഉസ്താദ് വന്നിട്ട് കരുതിക്കൂടെ, എന്താ വന്നിട്ടില്ലാന്ന് കരുതാൻ കാരണം? അപ്പൊ ഉസ്താദ് പോലും നമുക്ക് ഒരിക്കലും പിടിച്ചിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഉസ്താദിന്റെ ശൈലി. ഞാനും എനിക്ക് വ്യക്തിപരമായ ഉസ്താദുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് എന്റെ വീട് തറക്കല്ലിട്ടതും ഉസ്താദാണ്, വീട് തുറന്നു തന്നതും ഉസ്താദ് തന്നെയാണ്. അപ്പോ കുറച്ച് 2 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോ ഉസ്താദിനെ ഒരു റമദാൻ അടുപ്പിച്ചാണ് എനിക്ക് നാട്ടിൽ പോകാൻ ലീവ് കിട്ടിയത്. അങ്ങനെ ഞാന് നാട്ടിൽ പോകാൻ വേണ്ടി നാട്ടിലെത്തിയപ്പോ ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെ വീട് എടുക്കാൻ ഉദ്ദേശമുണ്ട്. അപ്പൊ റമദാനായി കഴിഞ്ഞപ്പോ നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ തറക്കല്ല് നടക്കൂല, പിന്നെ റമദാനും കഴിഞ്ഞിട്ടാണല്ലോ സാധാരണ തറക്കല്ല് ഉണ്ടാവല്. അപ്പോ റമദാൻ കഴിഞ്ഞ പിന്നെ എനിക്ക് ഉടനെ തിരിച്ചു പോരും വേണം. അപ്പൊ ഞാൻ പ്ലാനൊന്നും തയ്യാറാക്കിയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഉസ്താദിനെ കൊണ്ടുവരുന്ന വേൻ തറക്കല്ലുകൾ കർമ്മം നിർവഹിച്ച് പിന്നെ പ്ലാനൊക്കെ തയ്യാറാക്കുക എന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് ഉസ്താദിലേക്ക് പോയി. അങ്ങനെ വന്ന ഉദ്ദേശം പറഞ്ഞ് ഇന്നലെ ഞങ്ങള് തറക്കല്ലിടാനാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു റമദാനായിട്ട് എന്താ ചെയ്യാ? അപ്പൊ റമദാൻ കഴിഞ്ഞപ്പോ ഞാന് പോകുന്നു പറഞ്ഞ്, എന്നായിക്കോട്ടെ ഷാബാൻ 28 ഞാൻ വരാമെന്നും പറഞ്ഞ്, ഷാബാൻ നാട്ടിൽ വരാറിന് ഷാബാൻ ഞാൻ 26 26 ഉസ്താദ് കാണാൻ പോണത്. അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ് ഞാൻ വരും. അങ്ങനെ അതിന്റെ ഉസ്താദ് ഞാൻ ഇവിടെ എടരിക്കോട് എടരിക്കോടെത്തി അവിടെ കാട്ടുന്ന മതി എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് ഒരിക്കൽ ചോദിച്ച് ഞാൻ തന്നെ വരണ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ല ഉസ്താദ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞ് ഞാൻ വന്നൊരു കുഴപ്പമുണ്ട് പറഞ്ഞു. അല്ല ഞാൻ തറക്കലിട്ട ഒരു കുഴപ്പമുണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പേടിച്ചു, എന്താണ് ഉസ്താദ് തറക്കലിട്ട കുഴപ്പം, ഞാൻ ആകെ പേടിച്ചു പോയി. ഉസ്താദ് പറഞ്ഞ് അപ്പൊ ഞാൻ എന്താ ഉസ്താദ് കുഴപ്പം പേടിച്ചു. അപ്പൊ പറഞ്ഞ് ഞാൻ തറക്കലിട്ട പെര വല്ലാതാണ് വലുതായില്ല പറഞ്ഞു. വലുതായില്ല പറഞ്ഞാല് പെര വല്ലാതെ വലുതാവും പറഞ്ഞു. ഉസ്താദ് തമാശ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നല്ലതല്ലേ, പെര വലുതാണ് നല്ലതല്ലേ ചോദിച്ചു ഉസ്താദ്. അപ്പൊ തർക്കമില്ല, കായന്റെ കറക്കണം ഞാൻ എത്രയും വലുതേക്കും അറിയുന്നോട്. സത്യത്തിൽ ഞാൻ എന്റെ മനസ്സിലുള്ളൊരു വീട് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന വീടായിരുന്നു എനിക്ക് അതുവരെ ഉണ്ടായിരുന്നത്. അങ്ങനെ കാരണം എന്റെ ബജറ്റും സാഹചര്യവും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് 1500 എന്തായാലും ഒതുങ്ങണം എന്നുള്ളൊരു ബജറ്റുമായിട്ടാണ് അങ്ങനത്തെ ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ എന്റെ മനസ്സിൽ കണ്ട വീട്. ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ് അൽഹംദുലില്ലാഹ് കൃത്യമായിട്ട് വന്നു, തറക്കല്ലിട്ട് വന്നു, ദുആ ചെയ്ത് പോയി. അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ ഈ റമദാനിലാണ് ഞാൻ പിന്നെ വീടിന് പ്ലാനൊക്കെ തയ്യാറാക്കുന്നതും എല്ലാം. ആ പ്ലാൻ തയ്യാറാക്കിയപ്പോ വീട് ഏകദേശം 1700 1700 ഒക്കെ ആയി, 800 അങ്ങനെ വീട് ഏകദേശം എടുത്തു വന്ന് തറക്കലൊക്കെ ഇട്ട് നോക്കുമ്പോ പിന്നെ പെരക്കാർക്ക് പല അഭിപ്രായം, പെങ്ങന്മാർക്ക് അത് വേണ്ട ഇത് വേണ്ട, അത് കൂട്ടണം കുറക്കണം മറ്റതൊക്കെ ഉണ്ടാക്കണം, അവിടെ അതില്ല, അവിടെ അടുക്കളയില്ല, അവിടെ മറ്റേയില്ല, അവിടെ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കിപ്പാറ ആണ്ടും കൂടി പയറ് വീണ്ടും മാറ്റി വെക്കുമ്പോ ഇപ്പൊ ഏകദേശം 3000 കഴിഞ്ഞു. ഉസ്താദ് പറഞ്ഞ മായി വലുതായും ചെയ്ത്. അങ്ങനെ ഞാന് ഇപ്പൊ കഴിഞ്ഞ ആൾക്ക് നാട്ടിൽ പോയപ്പോ ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ വീടൊക്കെ ഉണ്ടായിരിക്കുന്നു, ഉസ്താദ് പറഞ്ഞ മായി വലുതായിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് കട കൊണ്ടുപോയിച്ചിനോട് പറഞ്ഞു ചെറിയ കട ഉള്ളു പറഞ്ഞു. അതറിയില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഉസ്താദിനോട് ഞങ്ങൾ ഉസ്താദ് തുറന്നു തരണം എന്നാണ് ഉസ്താദിന്റെ ഞാൻ. അപ്പൊ എനിക്ക് വലിയ പ്രയാസമാണ്, എനിക്ക് വേറെ ആരെയും കിട്ടുമോ നോക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു ഉസ്താദ് എനിക്ക് ഉസ്താദിന്റെ വഴിക്ക് വേറെ ആരും വേണ്ടാറപ്പോ അന്നേ വരാം, ഞാൻ കൃത്യം 9 മണിക്ക് വരുന്നു പറഞ്ഞു. അങ്ങനെ ഉസ്താദ് വളരെ കൃത്യമായിട്ട് 9 മണിക്ക് എന്റെ വീടിന്റെ മുന്നിൽ എത്തുകയും അങ്ങനെ അൽഹംദുലില്ലാഹ് പരിശുദ്ധ കരങ്ങൾ കൊണ്ട് എന്റെ വീട് ഉസ്താദ് തുറന്നിടുകയും ചെയ്തു. അപ്പൊ ഉസ്താദിന് ശിഷ്യന്മാരെ വിളിച്ച ഉസ്താദിന് വലിയൊരു ഹരാണ്. ശിഷ്യന്മാരെ കൂടെ ശിഷ്യന്മാരെ നിക്കാൻ പങ്കെടുക്കുന്നതും അവിടെ വിഷയങ്ങൾക്ക് ഇടപെടുന്ന ഉസ്താദ് ഭയങ്കര വലിയ ഹരമാണ്. അപ്പൊ അന്ന് ഉസ്താദ് മുമ്പ് തറക്കലിടാൻ വന്ന സമയത്ത് ഉസ്താദിന് ചെരുപ്പ് എന്ന് സാധാരണ ഇപ്പൊ ഗൾഫിൽ എന്നൊക്കെ സാധാരണ ബാത്റൂമിലുള്ള ചെരുപ്പുണ്ടാവും, വളരെ ലളിതമായ ഒരു ചെരുപ്പ്, അങ്ങനത്തെ ഒരു ചെരുപ്പ് ഇട്ടാണ് ഉസ്താദ് വന്നിരുന്നത്. അപ്പൊ അന്നിന്റെ നാട്ടുകാർ കണ്ടത് ഭയങ്കര അത്ഭുതപ്പെട്ടേ, ഇത് സമസ്തന്റെ ജനറൽ സെക്രട്ടറിയാണ്, എന്ത് ചെരുപ്പ് അത് ഊപ്പിട്ടിട്ട് ഊപ്പ് നോക്കണ്ട. അപ്പൊ ഉസ്താദ് എളിമയുള്ളത്. ഉസ്താദ് ഇവിടുന്ന് മഞ്ചേരി പരിപാടി കഴിഞ്ഞിട്ടാണ് ഉസ്താദ് എടരിക്കോട്ടേക്ക് വരാമെന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ വളരെ ലളിതമായ ഒരു ഹവായി ഒരു ചെരുപ്പ് സാധാരണ ബാത്റൂമൊക്കെ ഇവിടെ നമുക്ക് ഇടാറുള്ള ഒരു വളരെ എന്താ പറയാ ചീപ്പായി ഉള്ള ചെരുപ്പാണ് ഉസ്താദ് കിട്ടിയിരുന്നത്. അപ്പൊ അത് എന്റെ നാട്ടിലെ കണ്ട് ഭയങ്കര ഇതായി അവർക്ക് ഒരു അത്ഭുതം കൂടിപ്പോയി ഉസ്താദ് ഇങ്ങനെ ഒരു ചെരുപ്പ് കെട്ടപ്പോ. അപ്പൊ ഇതാണ് ഇപ്പൊ ഉസ്താദിനെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പൊ തൽക്കാലം പറയാനുള്ള കുറച്ച് സമയം കുറെ വൈകിപ്പോയി. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ, ഉസ്താദിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്